പടക്കുതിര എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് അജു വർഗീസ് ഉണ്ട്, അതുപോലെ ഡയറക്ടർ സലോൺ ഉണ്ട്, അരുൺ പുനലൂരുണ്ട്. ഹായ് അരുൺ. അരുണെ ഞാൻ ഫേസ്ബുക്കിൽ എഴുത്തിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. അജു, എനിക്ക് തോന്നുന്നു ഇതൊരു കോമഡി ജോണറുള്ള സിനിമയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീരിയസ് വേഷപ്പകർച്ചകളൊക്കെ മാറ്റിവെച്ചോ? പ്ലാൻ ചെയ്ത് വന്നതല്ല, ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് എൻ്റെ സുഹൃത്ത് ദീപു, ഇതിന്റെ റൈറ്റർ, ഒരേ മുഖത്തിന്റെ റൈറ്ററാണ്. അപ്പോൾ അങ്ങനെ ദീപു കൊണ്ടുവന്നതാണ് ഈ സബ്ജക്റ്റ്. സലോൺ ചേട്ടനെ ആ സമയത്ത് ഡയറക്റ്റ് ചെയ്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വന്നത്. കേട്ടപ്പം നമുക്ക് ഇന്നിപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ കുറേ ആയി കണ്ടിട്ട് വന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഇങ്ങനത്തെ സിനിമകൾ അതൊരു ഫോർമുല ഡ്രിവൺ എൻ്റർടൈൻമെൻറ്റ് മുന്നിൽ കണ്ട് ചിരിപ്പിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, എന്നാൽ നമ്മൾക്ക് ഫോഴ്സ്ഡ് ഹ്യൂമറുകൾ ഉണ്ടാവാതിരിക്കുക. കഥാപാത്രങ്ങൾ അതിന് സാഹചര്യങ്ങളുണ്ട്, അപ്പം അവിടെ ചെറിയ മണ്ടത്തരങ്ങൾ കാണിച്ചാൽ മതി. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പം പേരെടുത്ത് പറയുന്നത്, എന്നാൽ നമുക്ക് പണ്ടറിയാം ഈ തട്ടിക്കൊണ്ടുപോക്കി അങ്ങനത്തെ ഒക്കെ സിനിമകൾ പോലെ നമുക്ക് പറയാവുന്നൊരു സിനിമയാണ്. അങ്ങനത്തെ കുറെ ഡ്രാമാസ് അതിനകത്ത് ഉണ്ടാവും, രസം ഉണ്ടാവും. ഈ പടക്കുതിര എന്ന് പറയുന്നത് പേര് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അതിൻ്റെ സബ് ടൈറ്റിൽ ഉണ്ട്, എന്ന് വെച്ചാൽ ഉടവാളിനേക്കാൾ ശക്തിയുണ്ട് പേനയ്ക്ക് എന്ന് പറയുന്ന ഒരു സ്വഭാവം. ഒരു പക്ഷെ അത് തമാശയായിട്ടായിരിക്കില്ല അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, അത്തരം ഒരു ശക്തിയും കൂടെ കാണിക്കുന്നുണ്ടോ പടത്തിൽ? ഈ പടക്കുതിര ഇന്നിപ്പോൾ നന്ദകുമാർ എന്ന് പറഞ്ഞ എൻ്റെ കഥാപാത്രത്തിൻ്റെ കയ്യിലാണ്. അച്ഛൻ്റെ കയ്യിലായിരുന്ന സമയത്ത് ഇതിനൊരു വളരെ ശക്തമായൊരു മാധ്യമമായിരുന്നു. ഇന്നിപ്പോൾ മകൻ്റെ ഒരു മിസ്മാനേജ്മെൻറ്റും അയാളുടെ എത്തിക്സ് ഒന്നും ഇല്ലാത്തൊരുത്തനാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അതൊരു യെല്ലോ മാഗസിനായി പൂർണ്ണമായിട്ടും അധപ്പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഫിനാൻഷ്യൽ ലാഭം മാത്രം മുന്നിൽ കണ്ട് എന്തിനും വാർത്തയ്ക്ക് പ്രാധാന്യം മാത്രം നോക്കി പോകുന്ന, എന്നാൽ എന്നിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടണ്ടേ, എന്നാ അതും ആയിട്ടില്ല. അപ്പോൾ വീണ്ടും അവരുടെ ഒരു സെർച്ചാണ് എങ്ങനെ രക്ഷപ്പെടാം. അപ്പോൾ ആ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ടീമാണ് അഖിൽ കവല്ലൂർ, ജോമോൻ ജോദർ, നന്ദു ചേട്ടൻ, ഷമീർ. ഞങ്ങളാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പുകാർ. ഇപ്പോഴത്തെ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ആ പടക്കുതിരയിലോട്ട് വളരെ യാദൃശ്യമായി വരുന്ന ഒരു അതിഥിയാണ് രഞ്ജി പണിക്കർ സാർ. സത്യം പറഞ്ഞാൽ അവിടുന്നാണ് പിന്നെ കഥയുടെ ഒരു ഗതി തന്നെ മാറുന്നത്. ഇൻ എ വേ ഹി ഈസ് ദ ഹീറോ ഓഫ് പടക്കുതിര ആക്ച്വലി. ഈ നന്ദകുമാർ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഈ ക്രൈം നന്ദകുമാറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ചോദിക്കേണ്ട ആക്ച്വലി ദീപുവിനോട്. ഡയറക്ടർ പറയട്ടെ, ശരിക്കും അങ്ങനത്തെ ഒരു നന്ദകുമാർ അങ്ങനെ കൊടുത്തേക്കുന്നതിനകത്ത് പിന്നിൽ നിങ്ങൾക്കൊരു ദുരുദ്ദേശം ഉണ്ട്? ദുരുദ്ദേശം ഉണ്ടോന്ന് ചോദിച്ചാൽ പർപ്പസ്ഫുൾ ആണോ? അങ്ങനെ ഈ സിനിമ കാണുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഒരു പക്ഷേ നമ്മൾ അവിടെ ഇരുന്ന് പതറിയില്ലേ? പറഞ്ഞാൽ ഈ ഡൗട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ അത് കുഴപ്പം വരുമോ? പോപ്പുലർ ആയിട്ടുള്ളൊരു നെയിം ആണല്ലോ, അതുകൊണ്ട് റൈറ്റർ എന്ന് പറഞ്ഞതാ. കുഴപ്പമില്ല ചേട്ടാ, റൈറ്റർ ഞാൻ സാറിനോടല്ലോ. പിന്നെ രണ്ടാമത് നമ്മൾ സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട് തികച്ചും യാദൃശികം മാത്രം. പക്ഷെ എന്താ പറയുക, ഒരിക്കലും ഡീഫെയിം ചെയ്യുന്നൊന്നുമില്ല. എന്റെ കഥ വേറെ ഒരിക്കലും അത് ഇപ്പൊ പേര് ഉപയോഗിച്ചാൽ തന്നെ ഡിഫേമേഷൻ ഒന്നും പോകാനുള്ളതൊന്നും അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല. പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ ദീപ് എഴുതിയായിരിക്കും. ഞാൻ ഡൗട്ട് ചോദിച്ചിരുന്നു, വേറൊന്നുമല്ല, നമുക്ക് ഒരാളുടെ നമ്മള് പക്ഷെ കഥ കേട്ടപ്പം എനിക്കും അത് ഓക്കെയാണ്. അരുണ് സിനിമയെ സൂക്ഷ്മമായി കാണുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ ശരിക്കും ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയില്ല ഇങ്ങനെ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ക്യാരക്ടർ അങ്ങനെ അത്രത്തോളം ഒരു ഡീപ്പായിട്ട് മറ്റു കാര്യങ്ങളെ കാണുന്ന ഒരു ആളല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ യാദൃച്ഛ്യമായിട്ടൊരു മാഗസിൻ വന്ന് കയറുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ വഴിയിലൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനിടയിൽ പിന്നെ വന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെയാണ്. ഒരു ഇഷ്യൂ, അതായത് ഈ രഞ്ജി പണിക്കർ വന്ന് കയറുന്ന ഒരു ഇഷ്യൂയിലോട്ടേക്ക് പിന്നെ ഇവര് അതിനകത്ത് ഹൂക്ക് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഇവർ അതിന്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് പർപ്പസ്ഫുള്ളി എന്തെങ്കിലും വേറൊരു സൈഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഈ രഞ്ജി പണിക്കരുടെ ക്യാരക്ടർ പറയുമ്പോഴാണോ ശരിക്കും കോമഡിയിലേക്ക് ഇത് വഴിമാറുന്നത്? ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നത് രഞ്ജേട്ടൻ കേറിയ അന്ന് മുതൽ ഇപ്പൊ ഷൂട്ടിംഗ് ടൈമിൽ രഞ്ജേട്ടൻ അതുവരെ ഞങ്ങളുടെ സെറ്റ് ഇങ്ങനെ വളരെ എന്താ പറയാ അച്ചടക്കത്തോടുകൂടി വളരെ ഇതായിട്ട് പോകും. ഞങ്ങൾ കൊടുക്കട്ടെ, രഞ്ജി പണിക്കർ വന്നതോടുകൂടി സെറ്റിന്റെ അച്ചടക്കം നഷ്ടപ്പെട്ടു. ഇല്ല, അച്ചടക്കുന്നല്ല, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എനർജി. അയ്യോ,
എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ മുന്നേ ഇടപെട്ടുള്ള ഒരു പരിചയം ഉണ്ട്. പക്ഷെ സാറിന് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ അതെ അസിസ്റ്റന്റ് നമ്മൾ ഗോദ ചെയ്തു, ഓം ശാന്തി ആ ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഈ പ്രാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാറ് ഭയങ്കര എനിക്ക് തോന്നുന്നു ചില്ല് ചെയ്യാൻ വന്നൊരു ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് സാറ് കഥ കേട്ടപ്പോ തന്നെ അതിലേക്ക് ഇറങ്ങി ക്യാരക്ടറായിട്ടാണ് ഞങ്ങളുടെ സെറ്റിലേക്ക് കേറുന്നത് തന്നെ. മൈൻഡിൽ ഇങ്ങനെ കയറി വരുന്നത് തന്നെ ക്യാരക്ടറായിട്ടാ. പിന്നെ അങ്ങോട്ട് ഒരു ചെകപുകയായിരുന്നു. അതെ അതെ അത് സ്ക്രീനിൽ വരട്ടെ, ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നു. പക്ഷെ സെറ്റിൽ നമുക്കത് എവിഡന്റ് ആയിട്ട് ഫീൽ ചെയ്തു. നമുക്കറിയാം മലയാളത്തിലെ വൺ ഓഫ് ദി റിനോൺഡ് റൈറ്റേഴ്സിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഭയം അദ്ദേഹത്തിനോടുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അദ്ദേഹം എന്നുള്ളൊരു ഫീല് കണക്ട് ചെയ്യുമല്ലോ. പക്ഷെ അതൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അന്ന് അവിടെ സെറ്റിലുള്ള എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് എന്നോണ്ടാ എന്നൊക്കെ ചോദിച്ച് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ അവര് വളരെ ഈസിയായി. അതിന്റെ ഒരു പ്ലസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പാച്ച് വർക്ക് ഒക്കെ ഉള്ള സമയത്തും സാറ് നമ്മളോടൊപ്പം സഹകരിച്ചതും ഒക്കെ ബിക്കോസ് ഐ എം ഷുവർ അദ്ദേഹം ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു മനസ്സുകൊണ്ട്. അജു സാറിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ സാറിൻ്റെ ഒരു സ്റ്റൈലുണ്ട്, ചെറിയൊരു പിടുത്തമുണ്ട്, പ്രൊനൗൺസിയേഷൻ തന്നെ അനുകരിക്കാൻ പറ്റാത്തൊരു രീതിയും കൂടെ ഉണ്ട്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സ്വാധീനിച്ചിട്ട് നമ്മളും ആ തരത്തിൽ സംസാരിച്ചു പോകില്ലേ? ഇല്ല കേട്ടോ, അത് ഭയങ്കര പാടാ പറയാൻ. വാക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ രീതി ഒരിക്കലും കിട്ടില്ല. നമ്മളത് ഒരു ഏരിയയിൽ അദ്ദേഹത്തിന് നമ്മൾ സ്പൂഫ് ചെയ്തിട്ടുണ്ട്. ഇതിലങ്ങനത്തെ പ്രൊനൗൺസിയേഷൻ ഒന്നും ഇല്ല. പിടുത്തം ഉണ്ടായിക്കോട്ടെ, ബിക്കോസ് അത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിന്റെ ഭാഗം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നും വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ സ്റ്റിഫ്നെസ് അദ്ദേഹം ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ അതല്ലാതെ ഡയലോഗിൽ നമുക്ക് പിടുത്തൊന്നും ഈ പ്രാവശ്യം അത് സാഹചര്യത്തിനനുസരിച്ച് ഹ്യൂമറായിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ ആടിലാണ് സാറിനെ ഭയങ്കര രസമായിട്ട് കോമിക്കായിട്ട് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടവും കൂടിയാണ് ആട് ഫസ്റ്റ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഇതിൻ്റെ ട്രെയിലർ ഇല്ലെങ്കിലും സലോണിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് അതൊന്ന് കിട്ടിയിരുന്നെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട് ശരിക്കും. ഇല്ല, അടുത്ത ഇന്റർവ്യൂവിന് ഉറപ്പായിട്ടും നിങ്ങൾ പറയും ഇപ്പൊ ആടെന്ന് പറഞ്ഞില്ലേ, അതൊന്നുമല്ല പടക്കുതിര ആയിരിക്കും രഞ്ജി സാർ ചെയ്ത ഏറ്റവും നല്ല കോമഡി സാധനം എന്ന് പറഞ്ഞിരിക്കും. അത് ഭയങ്കര ഒരു ഉറപ്പാണ് കേട്ടോ, പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അജു അത് ഭയങ്കര ഈ ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ആസ് എൻ ആക്ടർ ആ ഒരു ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ ഞാൻ ആ ക്യാരക്ടർ ചോദിക്കും. സുരാജേട്ടൻ ആ ക്യാരക്ടർ ചോദിച്ചു. അപ്പൊ കൊള്ളാം, വാല്യൂ ഉള്ളൊരു ക്യാരക്ടറാണ് എന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൊള്ളാം. അജു, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഞാൻ ശരിക്കും കണ്ടില്ല. ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടു. അജുവിന്റെ ക്യാരക്ടർ വന്ന് അതെ, ശരിക്കും അതിന്റെ ചില ഗ്ലിംസസ് മാത്രമേ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു കോമഡിയാണ് അതും. അപ്പം അജുവിന്റെ ഒരു ട്രാക്ക് ശരിക്കും നമ്മൾ ആ പഴയ കാലഘട്ടമുണ്ട്, കുഞ്ഞിരാമായണം മുതൽ നമ്മൾ അനുഭവിച്ച ഒരു അജു ഉണ്ട്. ആ അജുവിനെ കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അജു കുറേ സീരിയസ് കൈൻഡ് ഓഫ് വേഷങ്ങൾ, പോലീസ് വേഷങ്ങൾ ചെയ്യുന്നു. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിൽ തിരിച്ചു കിട്ടുമോ? ഇതിൽ എൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഞാൻ ആസ്വദിച്ച് ചെയ്തത്. കാര്യം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നമുക്ക് ഈ പറയുന്ന നമ്മളുടെ പണ്ടൊക്കെ ചെയ്ത കഥാപാത്രങ്ങളുടെ ഷെയ്ഡ് വരുന്ന ഒരു ക്യാരക്ടർ ഷെയ്ഡ്സ് ഇതിലുണ്ട്. കഥ പോകുമ്പോൾ നമ്മൾ നാച്ചുറലി മാറുമല്ലോ, ഗതി മാറും. പക്ഷെ എന്നാലും നമ്മൾ പ്ലേ ചെയ്യുന്നത് ഈ പറഞ്ഞ ലേസി ഇറസ്പോൺസിബിൾ ക്യാരക്ടർ തന്നെയാണ്.